നിലമ്പൂരിൽ PV അൻവർ രാഷ്ട്രീയം വിടുന്നു. അദ്ദേഹം കേരള രാഷ്ട്രീയം മതിയാക്കി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി നേരിട്ട് വിളിച്ചു എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് MP ആയി മാറി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന രാഷ്ട്രീയം അദ്ദേഹത്തിന് മടുത്തു. ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിണറായി ആയാലും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിൽ പിണറായി ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ അൻവർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിലമ്പൂരിലെ അവസാനത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് വിശേഷങ്ങൾ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രണ്ട് പാർട്ടികൾ, ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെൽഫെയർ പാർട്ടി, അവർ മുസ്ലിം സമുദായത്തിന്, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ല സ്വാധീനമുള്ള വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊട്ട് പിന്നാലെ അതിന് ചൂടാറുന്ന തന്നെ PDP LDFന് പിന്തുണയും പ്രഖ്യാപിച്ചു. LDFന് PDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഗോവിന്ദ മാഷിൻ്റെ പ്രസ്താവന വന്നു. അവർ PDP എന്നല്ലേ പാർട്ടിയുടെ പേര്, പീഡിപ്പിക്കപ്പെടുന്ന പാർട്ടിയാണ്, പീഡിതരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള നിലയിൽ ഗോവിന്ദൻ മാഷിൻ്റെ ഒരു സ്റ്റാമ്പിങ്ങും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉറച്ചു, PDP ഇടതുപക്ഷത്തിൽ ഉറച്ചിട്ടുണ്ട്. PDPയുടെ നേതാവായിട്ടുള്ള മദനി അദ്ദേഹം ചികിത്സയിലാണ്. ദീർഘകാലം അദ്ദേഹം ജയിലിലായിരുന്നു. ഇപ്പോൾ ശരിക്കും സർക്കാരിൻ്റെ തന്നെ, ജയിലിൻ്റെ തന്നെ അല്ലെങ്കിൽ പോലീസിൻ്റെ തന്നെ നിരീക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അത്തരത്തിലുള്ള ചികിത്സയിലാണ് അദ്ദേഹം, ദീർഘകാല ചികിത്സയിലാണ് മദനി ഉള്ളത്. അപ്പോൾ മദനി അങ്ങനെ നിൽക്കുന്നു. PDPയുടെ പിന്തുണ LDFന് കിട്ടിയിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ചിത്രം ഒന്നുകൂടി മുറുകുന്നു. അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് വീണ്ടും ഭിന്നിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ആര്യാടൻ ഷൗക്കത്തിന് മുസ്ലിം എന്ന പേരുള്ള വ്യക്തിപരമായും ലീഗ് എന്ന പാർട്ടി കൂടുതലുള്ളത് കൊണ്ടും കുറേ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് പേരെങ്കിലും BJP ഇഷ്ടപ്പെടുന്ന കുറച്ച് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രണ്ട് പാർട്ടികൾ രണ്ട് സ്ഥലത്തേക്ക് മാറി പറയുന്നത്, അവരുടെ വോട്ടുകൾ കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പല തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് ഓരോ ദിവസവും നിലമ്പൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ അവർ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി. അവിടെ തൃണമൂലിൻ്റെ കൊടിയും പിന്നെ അതുപോലെ തന്നെ സിംബലുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞവർ ദേശീയ നേതൃത്വത്തിന് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ നിന്ന് മുൻ ക്രിക്കറ്റ് താരം ഉൾപ്പെടെയുള്ള MP വരുന്നുണ്ട്. നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP അവിടെ വരുന്നുണ്ട്. അപ്പോൾ അൻവറിന് വേണ്ടി സംസാരിക്കാൻ. അപ്പോൾ ആകെ ജഗപൊക എന്ന് പറയുന്നത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയത്തിലേക്കാണ് നിലമ്പൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് പുതിയ വാർത്ത വരുന്നത്. നമ്മുടെ PV അൻവർ രാഷ്ട്രീയം വിടുന്നു എന്നൊരു വാർത്ത കൂടി നിലമ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ മനോഹരമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തീർച്ചയായും കൂടുതൽ വിശേഷങ്ങളുമായി സുഭാഷിതം വീണ്ടും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ, ആരാണ് ജയിക്കുക, ട്രെൻഡ് എന്താണ്, മുഴുവൻ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കും. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പുതിയ അപ്ഡേറ്റാണ് നിലമ്പൂരിൽ PV അൻവർ രാഷ്ട്രീയം മതിയാക്കുന്നു. കേരള രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയം മതിയാക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുടരുമോ ഇല്ലേ എന്നുള്ള കാര്യം മമതാ ബാനർജിയുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ രാജ്യസഭ MP ആകുമോ, അതോ ബംഗാളിൽ പോയി ബംഗാളിൽ മന്ത്രിയാകുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ PDP അവരുടേതായ ഗോളടിച്ചു കഴിഞ്ഞു. അവർ LDFൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. വെൽഫെയർ പാർട്ടി UDFലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ UDFലേക്ക് പോയ വെൽഫെയർ പാർട്ടിയെ കുറ്റം പറയുമ്പോൾ, നിങ്ങളും പണ്ട് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് പിടിച്ചതല്ലേ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ എന്ന് UDF തിരിച്ചു ചോദിക്കുന്നു. PDP എടുത്തതിൻ്റെ കാര്യത്തിന് എതിരെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ബഹളം ഉണ്ടാക്കുമ്പോൾ, നിങ്ങളുടെ കൂടെയും മദനി ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് ചെളിവാരി എറിഞ്ഞ് ബഹളം ഉണ്ടാക്കിയുള്ള ചർച്ചകൾ നടക്കുന്നു. എന്തായാലും ഒരു കാര്യം ശരിയാണ്, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എന്നൊക്കെ പറഞ്ഞു നിന്ന കാലമൊക്കെ പോയി. നമുക്ക് 4 വോട്ട് കിട്ടുമെങ്കിൽ ഒരു വർഗീയതയുമില്ല, വോട്ട് കിട്ടട്ടെ എന്നുള്ള നിലയിലാണ്. സ്വരാജിൻ്റെ പ്രസ്താവന അതിനിടയിൽ കൂടി കയറി വന്നിട്ടുണ്ട്. സ്വരാജ് പറയുന്നു, പഴയ PDP അല്ല പുതിയ PDP, അവർ നിലപാട് മാറ്റിയിട്ടുണ്ട്. എന്ത് നിലപാടാണ് മാറ്റിയത്, ആരോടാണ് മാറ്റിയത്, എപ്പോഴാണ് മാറ്റിയത്, എവിടെ വെച്ചാണ് മാറ്റിയതെന്ന് മാത്രം അറിയാമെന്നുള്ള ഈ ഭൂമിയിലെ ഏക വ്യക്തി സ്വരാജാണ്. മറ്റാരോടും അത് പറഞ്ഞിട്ടില്ല. പൊതുസമൂഹത്തോട് ആരും ഇത് പറഞ്ഞിട്ടുമില്ല. എന്നാലും സ്വരാജ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഉൾവിളി ഉണ്ടായി, PDP ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു, അതുകൊണ്ട് PDPയെ കൂടെ ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിൽ തെറ്റില്ല എന്ന് താത്വിക ആചാര്യൻ്റെ അവസാനത്തെ വിളംബരം വന്നു. ആ വിളംബരത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കെല്ലാം വീണ്ടും നമ്മുടെ ജോലികളിൽ അഭിരമിക്കാം.